അതുകൊണ്ട് ഈ സന്ദേശത്തിലൂടെ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: യേശുവിനെ നിങ്ങളുടെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയായി തീരട്ടെ. ഒരുപക്ഷെ നിങ്ങൾ പാപിയായിരിക്കാം, രോഗിയായിരിക്കാം, മറ്റെന്തെങ്കിലും ബന്ധനങ്ങളിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് ജീവിതം നിരാശയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഞങ്ങൾ കൈമാറുന്നത്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിതത്തെ പാഴാക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുന്നു. രോഗത്തിന്റെ കിടക്കയിൽ ദീർഘനാളുകളായി മറ്റുള്ളവരുടെ ആശ്രയം കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയാതെ വ്യാകുല ചിന്തയോടുകൂടെ ആയിരുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാനും രോഗത്തെ സൗഖ്യമാക്കുവാനും കഴിവുള്ള ഒറ്റ ഒരുത്തനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് മനുഷ്യനൊന്നിനും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന് പാർക്കാൻ നല്ല വീടുണ്ടെങ്കിൽ നല്ലത്, സഞ്ചരിക്കുവാൻ നല്ലൊരു വാഹനം ഉണ്ടെങ്കിൽ നല്ലത്, ആവശ്യത്തിലധികമായി സാമ്പത്തികങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഒരു കാര്യം സത്യമായി ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, അന്ധനായി ഭൂമിയിൽ ഞാൻ വന്നു, അന്ധനായിട്ട് തന്നെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നു. ബൈബിളിൽ പറയുന്നു, മണ്ണ് മണ്ണോട് ചേരും. മനുഷ്യാദി മണ്ണെന്ന് തിരിച്ചറിയുക. നീ കടന്നു പോകുന്ന ഒരു പൂ പോലെയും, വാടിപ്പോകുന്ന ഒരു പൂ പോലെയും, കടന്നു പോകുന്ന നിഴൽ പോലെയും, ഉണങ്ങിപ്പോകുന്ന പുല്ല് പോലെയും അത്രയേ ഉള്ളൂ. നിന്റെ മൂക്കിൽ നിന്ന്